മാത്സിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡാണ്. അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ കാൽക്കുലേഷൻ എങ്ങനെ സ്പീഡ് കൂട്ടാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം അതിൽ സാറ് പറയേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയായിരുന്നു. സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാക്സിമം ഡെയിലി തന്നെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഹായ്, എൻ്റെ പേര് ഗോവിന്ദ്. ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഞാൻ ഇവിടെ SSM മലയാളിയിലെ ബാച്ച് 13 സ്റ്റുഡൻ്റ് ആയിരുന്നു. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സഫ്ദർ സാറിൻ്റെ ക്ലാസ് കാണാനിടയായി. നല്ല ക്ലാസ്സുകളായിരുന്നു, ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ക്ലാസ്. അപ്പം സാറിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് ഞാൻ അറിഞ്ഞു കോഴിക്കോട്. അപ്പം അതൊന്ന് വന്ന് അറ്റൻഡ് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായി. അപ്പം അങ്ങനെ അതിൻ്റെ പുറത്ത് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നി. ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി ആണെങ്കിലും അതുപോലെ റീഡിംഗ് റൂം ഫെസിലിറ്റി ആണെങ്കിലും 24 hours ആണ് റീഡിംഗ് റൂം. അപ്പോൾ അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മോക്കുകൾ എന്ന് പറയുന്നതാണ് മെയിനായിട്ട് നമ്മുടെ ഇതിനകത്തൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. എത്രത്തോളം നമുക്ക് മോക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ല രീതിയിൽ മാർക്ക് നമുക്ക് കയറുന്നതായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വീക്ക്ലി ക്വിസുകൾ ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഉപയോഗമായിരുന്നു. നമ്മൾ നല്ല സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും പ്രിലിംസ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും.